ശശി തരൂരിന് പിന്നാലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ് RSSനെ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു തുടർക്കഥയായി മാറുകയാണല്ലോ. ഇനി കോൺഗ്രസിനുള്ളിൽ RSSന്റെ ഗ്രൂപ്പ് പോലും പ്രവർത്തിക്കുന്നുണ്ടോ? ഏതാണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തോന്നുന്നത്. കാരണം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ വല്ലാത്തൊരു ദുരിതത്തിലാണ്. കാരണം പാർലമെൻറ്റിൽ അവർക്ക് വിചാരിച്ച പോലെ പ്രകടിപ്പിക്കാൻ, അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റ് സമയത്ത് നാട്ടിലില്ല, അദ്ദേഹം അവിടെ കറങ്ങി നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഏകോപിപ്പിക്കേണ്ട ചുമതല ഈ വയോവൃദ്ധനായ ഖർഗെയുടെ മേലെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തീർന്നപ്പം ആച്ച തിരിച്ചു വന്നിട്ട് പറയാണ്, രാംജി ബില്ലിനെതിരെ ഞങ്ങൾ വലിയ പ്രതിഷേധ രാജ്യത്ത് സംഘടിപ്പിക്കും. ഇത് ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയെ രണ്ടാമത് കൊന്നതിന് തുല്യമാണെന്നൊക്കെ പുള്ളിയിരുന്ന വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഈ പറഞ്ഞതുപോലെ ദിഗ്വിജയ് സിംഗ്, നിലവിൽ അദ്ദേഹം രാജ്യസഭ MP ആണ്. നമുക്കറിയാം, ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് ഒരു തീപ്പൊരി നേതാവായിരുന്നു ചെറുപ്പകാലം മുതൽ തന്നെ. ഇപ്പോഴും മോശമൊന്നുമല്ല. രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് അത്ര തീവ്രമാണ്. മോദിയെയും BJPയെയും അതുപോലെ RSSനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പിന്നിലായിരുന്നില്ല. പക്ഷേ ഈ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മനമാറ്റം നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനകത്തുള്ള വിവേകികളായിട്ടുള്ള ആളുകൾ, നേതാക്കൾ ഈ രാഹുലിനെ ഇനി പേറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അകന്നു നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ CWC മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പക്ഷേ പ്രതികരണത്തിനൊന്നും മുതിർന്നില്ല. ഈ രാംജി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നിലും സംസാരിച്ചൊന്നുമില്ല. അദ്ദേഹം പങ്കെടുത്തു. കഴിഞ്ഞ ചില മീറ്റിങ്ങിൽ അത് പങ്കെടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിലും ഇദ്ദേഹം പങ്കെടുത്തു, ദിഗ്വിജയ് സിംഗ്, CWC മീറ്റിങ്ങിൽ. ആ മീറ്റിങ്ങിന് ശേഷമാണ് അദ്ദേഹം Xൽ ഒരു പോസ്റ്റ് ഇട്ടത്. നരേന്ദ്രമോദിയുടെ ഒരു പഴയൊരു പടം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1990 ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി. ഗുജറാത്തിലെ ശങ്കർ സിംഗ് വഗേലയുടെ, 1996 ശങ്കർ സിംഗ് വഗേല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് സത്യം പറയുന്ന സമയത്ത് LK അദ്വാനി അടക്കമുള്ള സീനിയർ നേതാക്കളും മറ്റ് പ്രവർത്തകരൊക്കെ, കാരണം അവർക്ക് അധികാരം കിട്ടുകയാണ്, കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തി ആദ്യമായിട്ട് അധികാരത്തിൽ വരികയാണ്. ആ പരിപാടിയിൽ ഇദ്ദേഹം ഷെയർ ചെയ്തൊരു ഫോട്ടോ എന്ന് പറയുന്നത് LK അദ്വാനി ഒരു കസേരയിൽ ഇരിക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ നിലത്ത് നരേന്ദ്രമോദി ഇരിക്കുകയാണ്. അത് പരിപാടി വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് അതിൽ കാണുന്നത്. ഈ ഫോട്ടോയാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് എത്രത്തോളം മനോഹരമാണ് ഈ പടം എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വലിയൊരു നേതാവിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന ഒരു സാധാരണ പ്രവർത്തകൻ പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു, ഇപ്പോൾ പ്രധാനമന്ത്രിയാവുന്നു. ഇതാണ് അവരുടെ സംഘടനാ പാടവം എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് Xൽ ഷെയർ ചെയ്തത്. ഇതിലിപ്പം വലിയ തർക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. കാരണം അത് ശരിയല്ല, മോദിയെ പോയെത്താൻ പാടില്ലായിരുന്നു, RSSനെ പോയെത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹം RSSനെ കുറിച്ച് പറഞ്ഞത്, RSS പോലൊരു സംഘടന ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്, ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സംഘടന ഉള്ളത് കൊണ്ടാണ് ഒരു സാധാരണ പ്രവർത്തകന് പോലും ഇത്തരത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം അതിൽ കുറിച്ചിരുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ആരുടെ പുറത്താണ് കൊള്ളുന്നത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്താണ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ നെഞ്ചത്താണ്. കാരണം അവിടെ സാധാരണ പ്രവർത്തകനൊന്നും ഒരു റോളും ഇല്ല. തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ ലാലി ജെയിംസ് മേയറാക്കാമെന്ന് പറഞ്ഞ് തുടങ്ങി അവസാനം ലാലി ജെയിംസിനെ വെട്ടി. അവർ തന്നെ പരാതി പറയുന്നത് പെട്ടിക്കണക്കിന് കാശ് DCC പ്രസിഡന്റ് വാങ്ങിയിട്ടാണ് അത് മറിച്ച് വിറ്റതെന്ന് പറയുന്നുണ്ട്. പണം ചോദിച്ചു നൽകിയില്ല. അതിന് കുറച്ച് ദിവസം മുമ്പ് നവജോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യ, കോൺഗ്രസ് നേതാവ്, അവർ പറഞ്ഞത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ മുഖ്യമന്ത്രി ആണെങ്കിൽ 500 കോടിയാണ് കോൺഗ്രസ് നേതൃത്വം ചോദിച്ചിരുന്നത്. അപ്പോൾ പണമാണ് അവർക്ക് പ്രധാനം. അപ്പോൾ പണം കൊടുക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കും, അല്ലാതെ ഈ പ്രവർത്തന പാരമ്പര്യം. ദേശീയ തലത്തിൽ പണം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, ആ കുടുംബത്തിൽ ജനിക്കണം. കുടുംബത്തിൽ ജനിക്കണം. ഇനി കുടുംബത്തിന് പുറത്താണെങ്കിൽ കാശ് കൊടുക്കണം. ഇതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി പണമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റാൻ കഴിയില്ലല്ലോ. അത് പറ്റില്ല, രാഹുൽ ഗാന്ധി ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പക്ഷെ മറ്റ് ചെറിയ സാധനങ്ങളിലെങ്കിലും പോയി ഇരിക്കാൻ പറ്റും. അവിടെയാണ് ഈ ദിഗ്വിജയ് സിംഗിൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ ഏറ്റവും വലിയൊരു ഗൗരവം ഇരിക്കുന്നത്. കാരണം നിങ്ങളൊരു സംഘടന, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടന നിങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് വേണ്ടി ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവനെ അംഗീകരിക്കുക, അവന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്താ,
താഴെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കും നാളെ ഇത്തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാവും, എന്നെയും എൻ്റെ പാർട്ടി അംഗീകരിക്കും എന്നൊരു ബോധം സാധാരണ പ്രവർത്തകരിലുണ്ടാവും. അങ്ങനെയാണ് സംഘടന വളരുന്നത്. അല്ലാതെ കാശ് വാങ്ങിയും അല്ലെങ്കിൽ വേറെ നിലയ്ക്ക് താല്പര്യം കൊണ്ട് കെട്ടിയിറക്കുന്നതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന പ്രവർത്തകർ പിന്നോക്കം പോകും. ഇപ്പോൾ കേരളം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കോൺഗ്രസിന് ബൂത്തിരിക്കാൻ പോലും ആളുകളില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പുകളിൽ പകുതിയിലേറെ നിയമസഭാ സീറ്റുകളിൽ ബൂത്ത് ഏജന്റുമാരും കോൺഗ്രസ് ഇല്ലായിരുന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? ഇതാണ് വിഷയം. അപ്പോൾ അതിനകത്ത് പ്രവർത്തിച്ചിട്ട് കഥയില്ല. അവസാനം വേറെ ചില ആളുകൾ ഖദറുടുപ്പൊക്കെ ഇട്ട് വന്ന് സ്ഥാനം കൊണ്ട് പോകും എന്ന് വലിയൊരു വിശ്വാസം അല്ലെങ്കിൽ യാഥാർത്ഥ്യം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗിനെ സംബന്ധിച്ചിട്ട് ദിഗ്വിജയ് സിംഗിനെ പോലുള്ള വളരെ സീനിയറായിട്ടൊരു നേതാവ് ഇത്തരത്തിൽ അഭിപ്രായ പഠനം നടത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നുവെച്ചാൽ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് എന്തോ പ്രശ്നം പാർട്ടിക്കകത്തുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം. കോൺഗ്രസിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവസാനിച്ചതാണോ ഈ തകർച്ചയ്ക്ക് കാരണം? കുടുംബം തീരുമാനിക്കും. കോൺഗ്രസിൽ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഡെമോക്രസി ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതൊരു ഓട്ടോക്രാറ്റിക് പാർട്ടിയാണ്, ഏകാധിപത്യ പാർട്ടിയാണ്. കാരണം അത് നയിക്കുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധി നെഹ്റു കുടുംബമാണ്. നെഹ്റുവിൻ്റെ കാലം മുതലേ അതിനകത്ത് ജനാധിപത്യം ഇല്ല. അതായത് ഫ്രീ ഇന്ത്യക്ക് സമയത്ത് ആൾ ഇന്ത്യ ഈ ഇതുണ്ടല്ലോ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവർ രൂപീകരിച്ച ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് INCയെ സംബന്ധിച്ചിട്ട് അതിനകത്ത് ജനാധിപത്യത്തിൻ്റെ സംവിധാനമേ ഇല്ല. അത് ഈ പറഞ്ഞ ചില കോക്കസുകളാണ് അതിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ കോക്കസ് എന്ന് പറയുന്നത് ഈ ഗാന്ധി കുടുംബത്തിലുള്ള ആളുകളെ വെച്ച് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഒരിക്കലും അവിടെ ജനാധിപത്യം പറഞ്ഞാൽ പുറത്താവും. ശശി തരൂരിനെ ഇവരൊന്നും അടുപ്പിക്കാത്ത കാരണം എന്താ? അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ്, പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ല, കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ തുറന്നു പറയാൻ പറ്റാത്ത പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് എന്താ കഥ? ഇത് തന്നെയാണ് ദിഗ്വിജയ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് സാധാരണ പ്രവർത്തകനെ പോലും അംഗീകരിക്കുന്ന തരത്തിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെയാവണം ഒരു സംഘടന പ്രവർത്തിക്കേണ്ടതെന്ന് ദിഗ്വിജയ് സിംഗ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? കോൺഗ്രസ്സിന് ഈ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല എന്നല്ലേ പറയുന്നത്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എങ്ങനെയാണോ 90കളിൽ സാധാരണ പ്രവർത്തകനായിരുന്ന നരേന്ദ്രമോദി, ചായക്കച്ചവടക്കാരനായിരുന്ന നരേന്ദ്രമോദിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അത് BJP ഉള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് ആണെങ്കിൽ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കില്ല. സംഭവിക്കില്ല എന്ന് മാത്രമല്ല, ഒരു പഞ്ചായത്ത് മെമ്പറും ചിലപ്പോൾ ആയാൻ പറ്റുന്ന വരില്ല. ഇതാണ് BJPയും കോൺഗ്രസിനുള്ള വ്യത്യാസം. അപ്പോൾ ദിഗ്വിജയ് സിംഗുള്ള പുതിയ പുതിയ ആളുകൾ ഈ കോൺഗ്രസിന് രംഗത്ത് വരുന്നതോടുകൂടി കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അകപ്പെടാൻ പോകുന്നത്. അപ്പോൾ മധ്യപ്രദേശിന് ഇനി കോൺഗ്രസ് ബാക്കി കാണുമോ? മധ്യപ്രദേശിൽ ആൾറെഡി കോൺഗ്രസ് ക്ഷയിച്ച് ഒരു പരിവായി. ഇനിയിപ്പം മധ്യപ്രദേശ് മാത്രമല്ല, നോർത്ത് ഇന്ത്യ ഏതാണ്ട് കോൺഗ്രസ് മുക്തമായി കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസ് ഒന്നും ചെയ്യാനില്ല. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും അവിടുത്തെ റീജിയണൽ പാർട്ടിയായിട്ട് ചേർന്നിട്ട് അവരുടെ സഹകരണത്തോടു കൂടി ചില സ്ഥലത്ത് മത്സരിച്ച് ജയിച്ച് വരാമെന്നുള്ളതല്ലാതെ കോൺഗ്രസിൻ്റെ വേരുകളൊക്കെ അവിടെ അറ്റുകഴിഞ്ഞു, അല്ലെങ്കിൽ വേരുകൾ കരിഞ്ഞുപോയി. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദിഗ്വിജയ് സിംഗ് പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും നേതൃത്വം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. കാര്യം അവർ ഈ പറഞ്ഞതുപോലെ രാജകീയ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. എല്ലാ കാലത്തും ജനം നമുക്ക് വോട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നു. ആ തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. രാഹുൽ ഗാന്ധി കൂട്ടർ എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. ഇപ്പോഴും അവരെ പഴയ ധാർഷ്ട്യവും അഹങ്കാരവും അല്ലെങ്കിൽ ഈ കുടുംബ പാരമ്പര്യവും പറഞ്ഞ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ ദിഗ്വിജയനെ പോലെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതിൽ എതിർപ്പായിട്ട് രംഗത്ത് വരും. നാളെ ചിലപ്പോൾ അവർ പാർട്ടി വിട്ട് പോയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.